ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് മറ്റാരുമല്ല, ഇന്നിപ്പോൾ കേരളം കയ്യിലെടുത്ത് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രേണുസുതിയാണ്. അപ്പം എല്ലാവരും ഇപ്പം രേണുസുതിയെ ഒരു കണ്ടന്റാക്കി വെച്ചിട്ട് ഇഷ്ടംപോലെ അരിയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മളും കുറയ്ക്കേണ്ട, രേണുസുതിയുടെ പേരിൽ കുറച്ചരി നമ്മളും മേടിച്ചങ്ങ് കഴിച്ചേക്കാവെന്ന് കരുതി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, എല്ലാവരും രേണുസുതിയെ ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് അരി മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ആരെ ആക്ഷേപം പറഞ്ഞു കിട്ടുന്ന അരി മേടിച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ പുള്ളിക്കാരിയെ ആക്ഷേപം പറയാനായിട്ട് വന്നിരിക്കുകയല്ല. പക്ഷെ ആക്ഷേപം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ആക്ഷേപം മാത്രം, പുള്ളിക്കാരിയെ ആക്ഷേപം പറയുന്നത് മാത്രം കേൾക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണേണ്ടയില്ല. അതേസമയം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരിയെ സ്ഥിരമായിട്ട് ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പം ഞാൻ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് കുറച്ച് നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, രേണുസുതി അവർക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെ പോയി സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. പരാതിയൊക്കെ കൊടുത്തിട്ട് സ്വാഭാവികം നല്ല പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്കെതിരെ കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്ത് സ്റ്റേഷനിൽ ചെല്ലുമ്പം അതിലൊരു പുള്ളിക്കാരൻ തന്നെ അവരുടെ സ്ഥിരമായിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ തന്നെ പറയുന്നുണ്ട്, അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള അണ്ണന്മാരുടെ പേർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവരെ യൂത്ത് കോൺഗ്രസ്സുകാർ സംരക്ഷിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നമ്മുടെ രേണുസുതി കൊണ്ടുപോയി പരാതി കൊടുത്തു. പാവപ്പെട്ട രേണുസുതിയെ പോലീസുകാർ വിളിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് വിട്ടു. അപ്പം നമ്മുടെ പോലീസുകാരുടെയൊക്കെ മുമ്പിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാരെങ്കിലും യൂത്ത് കോൺഗ്രസോ ചകാവോ ഒക്കെ ആണെന്ന്. അങ്ങനെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലേ. കാരണം ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും ചകാക്കന്മാരെയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പോലീസ് ഏമാന്മാരുടെ മുട്ടും ഒക്കെ ഇടിക്കും. പിന്നെ അവർ നമ്മൾ എത്ര പരാതി എത്ര സത്യസന്ധമുള്ളതായാലും അവർ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയില്ല. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പം രേണുസുതിയെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു. അപ്പം അതിൻ്റെ ഒരു കാരണം, ഇപ്പം ഞാനത് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് അവർ പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് വളരെ ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും ഈ വീഡിയോ ചെയ്യുന്നത് വൈകിപ്പിച്ചുകൂടാ, ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ സപ്പോർട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കൃമികടി, ചൊറിച്ചില്, വട്ടച്ചൊറി ഇങ്ങനെയുള്ള എന്തെങ്കിലും അസ്കിതകൾ ഉണ്ടെങ്കിൽ നല്ലൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ടാൽ മതിയാകും, അതങ്ങ് മാറും. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് മുന്നേ തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഇട്ട ആളിൻ്റെ പേരും അവരിട്ട പോസ്റ്റും ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ആ പോസ്റ്റ് ഇട്ടത് ഗ്രാമവാസി എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: നിന്റെ തല പോയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് സുധിയോട് പറഞ്ഞു. കൊല്ലം സുധിയെ വിവാഹം ചെയ്യും മുമ്പ് രേണു ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ചെന്നിടത്തെല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിതമെന്നും പറയുകയാണ് രേണുവിൻ്റെ നാട്ടുകാരി. അതുൽ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് രേണുവിനെ കുറിച്ചുള്ള നാട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിന് ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും നാട്ടുകാരി പറയുന്നു. വെൽഡർ വിനു തന്നെയാണ് രേണു സുധിയുടെ ആദ്യ ഭർത്താവ്. ഞാലിയാൻകുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട്. എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കറിയാം. അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും. നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്ന് രേണു പറഞ്ഞു നടക്കുന്നത്. 35-ന് മുകളിൽ പ്രായം രേണുവിനുണ്ട്. 32 കള്ളം പറയുന്നതാണ്. ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു. സുധിയുമായി രേണു എന്നും വഴക്കായിരുന്നു. രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുധിക്ക് ഇത്രയേറെ കടം വന്നതെന്ന് തോന്നുന്നു. സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമെടാ എന്നാണ് രേണു പറഞ്ഞത്. ഇത് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു. നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു. ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു. ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ. പിന്നീട് അവിടെ വലിയ വഴക്കായി. ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഡിവോഴ്സായി. ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചു എന്നും നാട്ടുകാരി പറയുന്നു. മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെക്കുറിച്ച് ലഭിച്ച അഭിപ്രായം. ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിൽ എല്ലാം ഒരു ബന്ധവും ഇല്ലാതെ മറുപടികളാണ് രേണു നൽകുന്നത്. പക്ഷേ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ചവർ നിരവധി ഉണ്ടെന്നും അതുൽ ബ്ലോഗ്സ് വെളിപ്പെടുത്തി. സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണുവെന്നാണ് അവിടുന്ന് പുറത്തു വന്ന വിവരം. ആദ്യ ഭാര്യ പോയ ശേഷം ശാലിനി എന്നൊരു സ്ത്രീയെ സുധി വിവാഹം ചെയ്തിരുന്നു അത്രേ. എന്നാൽ അതിനിടയിൽ രേണുവും സുധിയും പ്രണയത്തിലായി. അത് മനസ്സിലാക്കി ശാലിനി സുധിയുമായുള്ള ബന്ധം വേർപെടുത്തിയിരിക്കുകയാണത്രേ.
എന്നാൽ സുധി തന്നെ വിവാഹം ചെയ്യും മുമ്പ് 2 വിവാഹം ചെയ്തിട്ടുള്ളത് രേണു സമ്മതിച്ചിട്ടില്ല. രേണു മാതാപിതാക്കൾക്കൊപ്പം കോട്ടയത്ത് സന്നദ്ധ സംഘടന നിർമ്മിച്ച് നൽകിയ വീട്ടിലാണ് താമസം. സിനിമ, മ്യൂസിക്, വീഡിയോ, ഷോർട്ട് ഫിലിം അഭിനയമാണ് രേണുവിന്റെ വരുമാന മാർഗം. അച്ഛന്റെ ബന്ധുക്കൾക്കൊപ്പമാണ് സുധിയുടെ മൂത്ത മകന്റെ താമസം. സുധിയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഒരു മകൻ രേണുവിനുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽ വരികയും കഴിഞ്ഞ ദിവസം രേണു ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്ന പോലീസുകാരിൽ നിന്നുണ്ടായ ആ ഒരു അവഗണനയെക്കുറിച്ച് പറഞ്ഞ് വളരെയധികം വേദനപ്പെടുകയും ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ കാര്യം ഞാൻ പറയാം. സുധിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രേണു ബിനു എന്ന് പറയുന്ന ഒരാളിനെ വിവാഹം ചെയ്തിരുന്നു. അതിനിപ്പോൾ ആർക്കാ കുഴപ്പം? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു സെക്കൻഡ് മാരേജ് കഴിക്കുന്നത്. നമ്മൾ ആദ്യം ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് മാരേജ് കഴിച്ച് അതുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യം വരുമ്പം ബന്ധമൊഴിയും. അല്ലാതെ ഒക്കാത്ത റിലേഷനും കൊണ്ട് മുമ്പോട്ട് തന്നെ അള്ളിപ്പിടിച്ച് കടിച്ചു പിടിച്ച് തൂങ്ങി അങ്ങോട്ട് പോയിട്ട് ആ ജീവിതം എങ്ങും എത്താതെ ഉള്ള ജീവിതം നരകതുല്യമാക്കി കളയുന്നതിനെക്കാട്ടിലും എത്രയോ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ 2 വ്യക്തികൾ തങ്ങളിൽ ചേരില്ല എന്ന് തോന്നിയാൽ ഡിവോഴ്സ് ചെയ്യുന്നത്? അത്രയല്ലേ രേണുവും ചെയ്തോളൂ. രേണു ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം ഒരാളെ വിവാഹം ചെയ്തിരുന്നിരിക്കും. ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അവരത് മറ്റൊരാളിനോട് പറയാത്തത്. തന്നെയുമല്ലല്ലോ, അവർ പണ്ട് വിവാഹം കഴിച്ചിരുന്ന ആള് ഇന്ന് മറ്റൊരു വിവാഹം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛനായിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് അവർ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആളിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നാരുടെ ഭാര്യയായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അവർ നിലവിൽ സുധിയുടെ ഭാര്യയാണ്. സുധി മരിക്കുമ്പോൾ അവർ സുധിയുടെ ഭാര്യയായിട്ടാണ് ഇരുന്നത്. അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു അഡ്രസ്സിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരാൾ ആദ്യ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയതിനു ശേഷം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത്. ഇതിനകത്ത് രേണു ചെയ്തത് ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് രേണു സുധി കല്യാണം കഴിച്ചത് കൊണ്ട്. കാരണം ഇന്നിപ്പം നിങ്ങൾക്ക് ആ ഒരു വിഷയം കൊണ്ടുവന്ന് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടായാലും ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇട്ടായാലും നിങ്ങൾക്കൊക്കെ അരി മേടിക്കാനുള്ള വകുപ്പ് കിട്ടുന്നില്ലേ? അപ്പോൾ ആ ഒരു വിവാഹം കഴിച്ചത് കൊണ്ട് നിലവിൽ രേണു സുധിക്ക് ഗുണമൊന്നുമില്ല എങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് ഗുണം ഉണ്ടായില്ലേ? അപ്പോൾ പിന്നെ ആ ഒരു രേണു സുധി വിവാഹം കഴിച്ചതിനുണ്ടെന്നുള്ള കുഴപ്പം എന്തുവാ? നിങ്ങൾക്ക് ഇന്ന് ഗുണമല്ലേ അത്? നിങ്ങൾക്ക് അതുകൊണ്ട് അത് പറഞ്ഞ് അരി മേടിച്ച് തിന്നാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് കഞ്ഞിക്കുള്ള വക ആ കുട്ടി അന്ന് അങ്ങനെ ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? പിന്നെ രണ്ടാമതൊരു സംഗതി പറഞ്ഞത് രേണുവും സുധിയും കൂടെ എന്നും വഴക്കായിരുന്നു എന്ന്. സാധാരണ ഒരു നോർമലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ജീവിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ചക്കരി, മുത്തി, പലി, തേനി അങ്ങനെ പറഞ്ഞ് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം അടിയും വഴക്കൊക്കെ ഇട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ജീവിതത്തിൻ്റെ അങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മിനിമം ഒരാഴ്ചയിൽ ഒരു 2 വഴക്കെങ്കിലും നേരെ ജീവിക്കുന്ന കുടുംബത്തുണ്ടാവും. ഒരു വഴക്കും ഇല്ലെന്ന് പറയുന്നിടത്ത് ആക്ടിങ് ആട്ടോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അഭിനയിക്കാൻ നല്ലതുപോലെ അറിയാവുന്നവർക്ക് മാത്രമേ വഴക്കില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ അവർ തങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ വഴക്കിനെ അവർ അഭിനയിച്ച് പുറം ലോകത്തെ അറിയിക്കാതെ സംരക്ഷിച്ച് വെച്ചേക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരത് അറിയാതിരിക്കുന്നത്. അല്ലാതെ നോർമൽ ലൈഫ്, അതായത് യഥാർത്ഥ രീതിയിൽ സത്യസന്ധമായിട്ട് മുമ്പോട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തങ്ങളിൽ, അതായത് ഒരു ഭാര്യയും ഭർത്താവും തങ്ങളിൽ മിനിമം ഒരാഴ്ച 2 ദിവസമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ശാശി പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം സുധിയും രേണുവുമായിട്ട് വഴക്കുണ്ടാകുമെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ സീനുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, നാട്ടുകാരി പറഞ്ഞു ആ കുട്ടി ഏവിയേഷൻ പഠിച്ചിട്ടില്ല, ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല, ആ കുട്ടിക്ക് 35 വയസ്സുണ്ട്, 32 വയസ്സേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലോടെ. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറയേണ്ടുന്നതും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാൻ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിച്ചില്ല എന്ന് പറയേണ്ടതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലയോ. അതൊക്കെ ആ കുട്ടി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ദോഷമുള്ളത്? ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആരെങ്കിലും ആ കുട്ടിക്ക് 35 വയസ്സുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വല്ല ജോബ് വല്ലതും വെക്കുന്നോ, അതോ വേറെ കല്യാണാലോചന വല്ലതും കൊണ്ടുവരുന്നുണ്ടോ? 32-കാരിയായ രേണുവിന് വല്ല വിവാഹാലോചന വല്ലതും കൊണ്ടുവന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള ഏജും സമയവും നക്ഷത്രവും മുഹൂർത്തവും ഒക്കെ അറിയാനെ കൊണ്ട്, അല്ലെ നിങ്ങളോടൊക്കെ പറയാനെ കൊണ്ട് ആ കുട്ടിക്ക് വിവാഹാലോചനകൾ വല്ലതുമായിട്ട് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്തോ രേണു സുധി 32 ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ 18 ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്തുവായിരുന്നു? കൊല്ലസുധി 3 കെട്ടി. അപ്പൊ കൊല്ലസുധിയുടെ 3ാമത്തെ ഭാര്യയാണ് രേണു എന്നില്ലയോ? നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകള് ഇപ്പോൾ 2, 3, 4 ഒക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എത്ര സിനിമാ നടിമാര്, നമ്മുടെ സിനിമാ നടൻ, നമ്മുടെ ആക്ടർ ബാല 3, 4 ഒക്കെ കെട്ടി. അവരെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത കംപ്ലൈന്റ് എന്തുവാടേ? നമ്മുടെ പാവപ്പെട്ട സുധി 3 കെട്ടിയേന്. സുധി 1 കെട്ടി നോക്കി ശരിയായില്ല, 2 കെട്ടി നോക്കി ശരിയായില്ല, 3ാമത്തത് കെട്ടി ഓക്കെ ആയി. അയാളെ കൊണ്ടുവന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചിട്ട് സുധി പറയുകയും ചെയ്തതാ ഇതാണ് എൻ്റെ ഭാര്യ. അപ്പൊ സുധി തന്നെ പറഞ്ഞല്ലേ ഈ നിൽക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ, ഈ നിൽക്കുന്നതാണ് എൻ്റെ മക്കള്. അപ്പൊ പിന്നെ അത് സുധിയുടെ എത്രാമത്തെ ഭാര്യയാണെന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. സുധി അംഗീകരിച്ച ആളാണെന്നുള്ളതല്ലയോ പറയേണ്ടതേ. പിന്നെ ഈ രേണുവിനെ 3ാമത് കെട്ടിയോ 4ാമത് കെട്ടിയോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? നിങ്ങളെന്താ ഈ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള അവരുടെ മക്കളും അവരും ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ പുറകെ പോയി ഇതേപോലെ ഇരുന്ന് വീഡിയോ ചെയ്യാത്തവർ? ബാലയെ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കറിയാം, അത് പോട്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ സംഗതിയിലോട്ട് എന്താ പോവാത്തത്? കയറി കിടന്ന് അഴി എണ്ണേണ്ടി വരുമല്ലയോ? അതുകൊണ്ടാ. അന്നേരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും വരുത്തില്ല.
അങ്ങനെ ഒന്ന് ചെന്ന് നോക്കേ, ആരെങ്കിലും ആ വീഡിയോയും ചെയ്തേച്ച് നമ്മുടെ മുഖ്യന്റെ മോടെ കഥയും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് ചെന്ന് നോക്കേ. അന്നേരം ഈ പോലീസുകാർ പറയുമോ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും ആരെ വേണമെങ്കിലും എന്തോ വേണമെങ്കിലും പറയാമെന്ന്? അത് പറയുമോ? അത് പറയത്തില്ല. കാരണം എന്താ? അത് ചകാവ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വലിയവന് വേണ്ടി ഉള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ, സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതല്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായതിൻ്റെ കാരണവും. പിന്നെ അടുത്ത ഒരു സംഗതി എന്തുവായിരുന്നു? ആദ്യത്തെ ഭാര്യ കളഞ്ഞു, രണ്ടാമത്തെ ഭാര്യ കളഞ്ഞു, മൂന്നാമത്തെ ഭാര്യ. ആര് കളഞ്ഞെന്ന് പറഞ്ഞാലും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസന്റ് ആണ്. അതായത് നമുക്ക് രേണുസുതിയെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സൗണ്ടല്ലേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്വന്തം മുഖം വെളിപ്പെടുത്താൻ സാധിക്കാതെ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഏതോ ഒരു സൗണ്ട്. അതൊക്കെ ഇനി ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇവർക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ അമ്മമാരെയോ അല്ലെ പെങ്ങന്മാരെയോ അല്ലെ ഭാര്യമാരെയോ ഒക്കെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് ചുമ്മാ ഒരു പടം പ്രഹസനം, ഞാൻ കൂട്ടുകാരിയാണ്, ഞാൻ അയലത്തുകാരിയാണെന്നും പറഞ്ഞ് വിളിച്ച് ചുമ്മാ അതൊരു ഓഡിയോ ക്ലിപ്പ് എടുക്കുന്നതാണോ അല്ലയോ എന്ന് ആർക്കറിയാൻ പറ്റുവടേ? അങ്ങനെ ഒരാളെ കാണത്തില്ല. കാരണം എങ്ങനെയും ആരുടെ മാനം കപ്പൽ കയറ്റിയിട്ടായാലും വേണ്ടിയില്ല, ആരുടെ അഭിമാനം വിറ്റിട്ടായാലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ പള്ള വീർപ്പിക്കണം, എൻ്റെ കുടുംബം നോക്കണമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗം യൂട്യൂബർമാരുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ അമ്മയെ വരെയും വെച്ച് സംസാരിപ്പിച്ചിട്ട് പറയും അത് രേണുസുതിയുടെ കുഞ്ഞമ്മയായിരുന്നെന്ന്. അപ്പം അതുകൊണ്ട് ഈ മുഖം വെളിപ്പെടുത്താൻ പറ്റാതെ കുറേ അവളുമാർ വന്നിരുന്നുകൊണ്ട് ഞാൻ ഭാര്യയായിരുന്നു, എവിടെ കണ്ടു, ആര് കണ്ടു? നിനക്കിപ്പം വന്നിട്ട് ഇതുപോലെ പറയാൻ പറ്റുമോ? ഞാൻ രേണുസുതിയുടെ ഭാര്യയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അങ്ങനെ പറയാൻ പറ്റാത്തവളുമാർ ഒരിക്കലും പുറത്തോട്ട് വരരുത്. എന്തിനാ വരുന്നത്? നിങ്ങൾക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമാണെങ്കിൽ നിങ്ങൾ ആ ലൈഫ് ജീവിക്കണം. ആ പെണ്ണിൻ്റെ രേണുവിൻ്റെ ലൈഫ് ഇന്ന് അവർ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വന്നു. ഇന്ന് അവർ എങ്ങനെയൊക്കെയോ കൈകാലിട്ട് അടിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതം തകർക്കാനായിട്ട് കയറി വരരുത്. പിന്നെ ഡെയിലി വന്നിട്ട് പല്ലിയെ പോലെ ഇരിക്കുന്ന, പൂച്ചയെ പോലെ ഇരിക്കുന്ന, എലിയെ പോലെ ഇരിക്കുന്ന, പിന്നെ രേണു സുതിക്ക് വേണ്ടിയിട്ടാണല്ലോ രേണു ഇതെല്ലാം ചെയ്യുന്നത് എന്നും പറഞ്ഞൊക്കെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ ഒരു കുറച്ച് അതിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കമൻ്റ് എഴുതി ഇടുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഞാനിതാണ്, ഈ കമൻ്റ് ഇട്ട ഞാൻ ഇതാണ്, എൻ്റെ ഫേസ് ഇതാണ്, അല്ലെ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെ ഞാൻ ജീവിക്കുന്ന സാഹചര്യം ഇതാണ്, എൻ്റെ വീട് ഇതാണ് എന്നും പറഞ്ഞിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പല്ലിയെ പോലെ ഇരുന്നാലും എലിയെ പോലെ ഇരുന്നാലും ഉറുമ്പിനെ പോലെ ഇരുന്നാലും ആ ഉള്ള സൗന്ദര്യം വെച്ച് ഞാൻ സുന്ദരിയാണെന്നും പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അതെന്തൊക്കെയോ ചെയ്ത് റീൽസോ വീഡിയോസോ ആൽബമോ ഒക്കെ ചെയ്ത് അത് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എത്രയോ നല്ല സിനിമാ നടിമാരുടെ ഇവരുടെ വീഡിയോസൊക്കെ ഉണ്ട്, നല്ല സൗന്ദര്യമുള്ള. നിങ്ങൾ അവരുടേത് പോയി കാണണം. പിന്നെ ആ കൊച്ചിൻ്റെ ശരീരം കാണിച്ചു, നല്ല നല്ല ദൃഢതയും ആകാരവടവും മേനിവടവും മുഴുപ്പും കൊഴുപ്പും ഒക്കെ ഉള്ള എത്രയോ ചേച്ചിമാർ നമ്മുടെ ആക്ട്രസ് ഉണ്ട്. അവരുടെ ശരീരം നിങ്ങൾ കാണണം. എന്തിനാ നിങ്ങൾ ഈ എല്ലും തോലുമായിട്ടുള്ള ഇതിൻ്റെ ശരീരം നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ പല്ല് നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ മോൻ നോക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇതിനെ കണ്ടിട്ട് ഒരു സൗന്ദര്യം തോന്നിയില്ലെങ്കിൽ നിങ്ങൾ സൗന്ദര്യം ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി കാണണ്ടേ? പിന്നെ രണ്ടാമത് പിന്നെ പറയുന്നുണ്ട് രേണുസുതിയുടെ ഡ്രസ്സിനെ കുറിച്ച്. ബിക്കിനി ഇട്ടുകൊണ്ട് ചെയ്യുന്ന ആക്ട്രസ് ഉണ്ട് നമ്മുടെ ഇവിടെ. നമ്മുടെ നയൻതാരയൊക്കെ എത്രയോ സിനിമയിൽ ബിക്കിനി ഇട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് കൈലിയൊക്കെ പൊക്കി പിടിച്ച് അങ്ങ് ഇന്നർവെയർ വരെ കാണത്തക്കതുപോലെ പൊക്കി പിടിച്ചിട്ടും സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഒരു പൂണൂല് ധരിക്കുന്നത് പോലൊക്കെ ധരിച്ചും ഒക്കെ വന്ന് എത്ര ചേച്ചിമാർ റീൽസ് ചെയ്യുന്ന. അവരോട് ആരോടും ഇല്ലാത്ത കുത്തിക്കഴപ്പ്, മുട്ടിന് മേളി തൊട വരെയും കുണ്ടി വരെയും കാണത്തക്കതുപോലുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഓരോ ചേച്ചിമാർ കിടന്ന് മാനമുട്ട തുള്ളുന്നതും എടുക്കുന്നതും ഒക്കെ റീൽസ് ഇടുന്നുണ്ടല്ലോ. അവരോട് ആരോടും ഇല്ലാത്ത കുത്തിക്കഴപ്പ് എന്തോ നിങ്ങൾക്ക് ഈ രേണുസുതിയോടുള്ളത്? ഈ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ പ്രശ്നം യഥാർത്ഥത്തിൽ? അവർ അത്യാവശ്യം മാനമര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ അവരുടെ ശരീരപ്രകൃതം അവർക്കുള്ളതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. ഇല്ലാത്തത് എടുത്തുകൊണ്ട് വരാനും വെച്ച് കെട്ടിക്കൊണ്ട് വരാനും അവർക്കില്ല. ഇല്ലാതിപ്പോൾ അവരെന്തോ ചെയ്യാൻ പറ്റും? അവർക്കുള്ള ശരീരമായിട്ട് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ശരീരമുള്ള ആളിനെ കാണണമെങ്കിൽ മാത്രം നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടെ ഉള്ള ശരീരമുള്ള ആൾക്കാരെ കാണണമെങ്കിൽ അതിന് ആ സൈസിലുള്ള ആൾക്കാരിന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ ആൾക്കാരെ വേണമെങ്കിലും കാണണമെങ്കിൽ അവരെ കാണാം. പിന്നെന്തുവായിരുന്നു രേണുസുതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ അഹങ്കാരിയാണെന്നല്ലേ? അതിനെക്കുറിച്ച് ഡെയിലി വന്നിരുന്ന് അരി മേടിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ വന്ന് ഈ നാറിയ ഓരോരോ കഥകൾ ഇല്ലാത്തതും നിന്റെ അമ്മയെ വെച്ച് ഡബ് ചെയ്തതും നിന്റെ പെങ്ങന്മാരെ വെച്ച് ഡബ് ചെയ്തതും ഒക്കെ വീഡിയോകൾ കൊണ്ടിട്ടിട്ട് രേണുവിൻ്റെ കുഞ്ഞമ്മ വന്നിരിക്കുന്നു, രേണുവിൻ്റെ ബാല്യകാല കൂട്ടുകാരി വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നിരുന്നാൽ ആ കൊച്ചെന്തോ വേണോ യഥാർത്ഥത്തിൽ? പിന്നെ സ്ഥിരമായിട്ട് എല്ലാവരും കമൻറ്റ് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്, എല്ലാം നമ്മുടെ
കൊല്ലം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനമെന്ന്. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനു മുന്നേ നമ്മുടെ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ എത്രയെത്ര മഹാന്മാരായിട്ടുള്ള കലാകാരന്മാർ അന്തരിച്ചു പോയിട്ടുണ്ട്. ഇവരെയൊക്കെ കുറിച്ച് ആരെങ്കിലും ഇന്ന് ചിന്തിക്കാറോ ഓർക്കാറോ ഉണ്ടോ? ഇല്ല. അവരെ ഒരു സിനിമയിലെങ്ങാനും വരുമ്പം മാത്രം ഓർക്കും, ആ ഇത് ഒരു നമ്മുടെ നടനായിരുന്നു, നല്ല നടനായിരുന്നു. അതേസമയം ഇന്നിപ്പം രേണു സുധി ഉള്ളത് കൊണ്ടല്ലയോടെ നിങ്ങൾ ഇന്നും ഈ കൊല്ലം സുധിച്ചേട്ടനെ മറക്കാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് കിടക്കുന്നേ. അല്ലാതെ ഈ കൊല്ലം സുധി എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ, നമ്മുടെ എത്ര മരിച്ചുപോയ കണക്കിന് അത്രയും വലിയ കലാകാരനായിരുന്നില്ല, ഒരു ചെറിയ കലാകാരനായിരുന്നു. ആ ചെറിയ കലാകാരനെ ഇന്ന് ഈ സമൂഹം മൊത്തം അറിയത്തക്ക രീതിയിൽ കൊണ്ടുവന്ന ആളാണ് രേണു സുധി. കാരണം ഇന്ന് രേണു സുധി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു, പുതിയ ഇതേപോലുള്ള റീൽസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് രേണു സുധിയോടൊപ്പം തന്നെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, മരിച്ചുപോയെങ്കിലും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കലാകാരനാണ് കൊല്ലം സുധി. അപ്പം യഥാർത്ഥത്തിൽ രേണു സുധി ചെയ്യുന്നതെല്ലാം കൊല്ലം സുധിക്ക് വേണ്ടിയിട്ടാണ്. അതാ അതിന്റെ കറക്റ്റ് കാര്യം. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നേ എല്ലാരും നമ്മുടെ സുധിച്ചേട്ടനെ, കൊല്ലം സുധിച്ചേട്ടനെ എല്ലാരും മറന്നുപോയേനെ. ഇന്ന് എല്ലാരും നമ്മുടെ സുധിച്ചേട്ടനെ ഓർക്കുന്നത് നമ്മുടെ രേണു സുധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ രേണു സുധി ഈ ചെയ്യുന്നതെല്ലാം കൊല്ലം സുധിച്ചേട്ടന് വേണ്ടി തന്നെയാണ്. സുധിച്ചേട്ടനെ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. പിന്നെ അടുത്ത നിങ്ങളുടെ പ്രശ്നം എന്തുവാ? അവര് കണ്ട ആൾക്കാരുടെയൊക്കെ കൂടെ വന്ന് റീൽസ് ചെയ്യുന്നു എന്നുള്ളത്. അവർക്ക് സിനിമയിൽ ആ ചാൻസ് കിട്ടിയെങ്കിലോ അവരഭിനയിക്കത്തില്ലയോ? സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തുവാ, നമ്മുടെ കൂടെ അഭിനയിക്കാൻ വരുന്നത് നമ്മുടെ കൊച്ചച്ഛനാണോ? അതൊന്നുമല്ല, കണ്ട ആൾക്കാരൊക്കെ തന്നെ അതിലും അഭിനയിക്കാൻ നമ്മുടെ കൂടെ വരുന്നത്. അപ്പം അവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയില്ല, പകരം അവർക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ ഉള്ള ആൽബത്തിലും അതിലും ഇതിലൊക്കെ അഭിനയിക്കാൻ അവർക്ക് ചാൻസ് കിട്ടി. അവർ പോന്നു, അവരുടെ ജോലി ചെയ്യുന്നു, അവരതിന് കൃത്യമായ വേതനം വാങ്ങിക്കുന്നു, അവർ ജീവിക്കുന്നു. ഈ പറയപ്പെടുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഈ കൊല്ലം സുധിച്ചേട്ടൻ ഇത്രയും ആരാധകരുണ്ടല്ലോ, കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ കണ്ടമാനം നടക്കുന്നത് കൊണ്ടും കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടുന്നത് കൊണ്ടും കരൾ പൊട്ടുന്ന ആരാധകരുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഒരു മാസം 1000 രൂപ, തോന്നിയൊന്നും വേണ്ട, 1000 രൂപ വെച്ച് ആ രേണു സുധിയുടെ അക്കൗണ്ടിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്, രേണു ഇനി മുതൽ നീ അഭിനയിക്കാൻ പോണ്ട, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിട്ടുള്ള കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് ഇങ്ങനെ കണ്ടവരുടെ കൂടെ കിടന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ 1000 രൂപ കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോടെ ഈ കൂട്ടത്തിൽ, ഈ കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഒരാളിന് കഴിക്കാൻ ഒരു കവർ ബിസ്ക്കറ്റ് എങ്കിലും, വിശപ്പ് അകറ്റാൻ ഒരു കവർ ബിസ്ക്കറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തവൻ അവരെ ഭരിക്കാൻ പോകരുത്. ഒരു നേരത്തെ വിശപ്പിനുള്ള അന്നമെങ്കിലും കൊടുക്കാൻ സാധിക്കാത്തവൻ അവരെ ഭരിക്കാനും അവരെ ആക്ഷേപിക്കാനും പോകരുത്. അതിനുള്ള അർഹത അവർക്കില്ല. അതാണ് യഥാർത്ഥ നിയമം, യഥാർത്ഥ നീതി, യഥാർത്ഥ ന്യായം. മനസ്സിലായോ? അതായത് ചുരുക്കി പറഞ്ഞാൽ അവരെ പറയാനുള്ള റൈറ്റ്സ് ഇന്ന് ഈ സമൂഹത്തിൽ ആർക്കും ഇല്ല. അവരെ സഹായിച്ചിട്ടുള്ള ഏതാനും കുറച്ച് പേർ മാത്രമാണുള്ളത്. അവരിന്ന് അവരെ ആക്ഷേപിക്കുന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അവരെ എന്തെങ്കിലും പറയാനുള്ള റൈറ്റ്സ് ഇന്നുള്ളത്. അല്ലാതെ ഈ കേരളത്തിലെ ആപാദവൃന്ദ കൊച്ചു കുട്ടികൾ വരെ വന്ന് ഇന്ന് രേണുശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാക്ക് തിരിയാത്ത കണക്കുള്ള സൈസ് ഇച്ചിരി ഇല്ലാത്തവന്മാർ വരെ വന്ന് ഇന്ന് റീച്ചിന് വേണ്ടിയിട്ട് രേണുശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഇന്ന് അവരുടെ പുറകെ നടന്ന്, നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഓരോരുത്തരുമാണ് ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. രേണുശ്രുതി വളർന്നുകൊണ്ടിരിക്കുക. കേരള സമൂഹത്തിലെ, കേരളത്തിലെ ഒരു വിഭാഗം സാധാരണക്കാരായിട്ടുള്ള, സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ അവർ വളർന്നുകൊണ്ടേയിരിക്കുക. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്നുള്ള ലെവലില് വന്നിട്ട് അവർ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ആരെങ്കിലും വന്ന് തള്ളയ്ക്ക് വിളിച്ചാൽ നിങ്ങൾ കേട്ടോണ്ട് നിന്നിട്ട് അയ്യോ എൻ്റെ തള്ള പാവോ, നീ എൻ്റെ തള്ളയെ പറയില്ലേ എന്ന് പറഞ്ഞേച്ച് പോവോ? ഇല്ല. തള്ളയ്ക്ക് വിളിച്ചവൻ്റെ തന്തയ്ക്കൂടെ ചേർത്ത് വിളിച്ചിട്ടേ പോകത്തുള്ളൂ. അതല്ലയോ അനം? അപ്പം അതുപോലെ ഉള്ളടെ എല്ലാവരും അവരെ പറഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവരെ പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കും ഇല്ല. അവരെ കുറ്റപ്പെടുത്തി പറയാനുള്ള റൈറ്റ്സ്. ഇങ്ങനെ അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് അരി വേടിച്ച് ഞം 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 ഞണ്ണുന്ന അണ്ണന്മാരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അവർ പാവമായതുകൊണ്ട് ഇപ്പം സ്റ്റേഷനിൽ പോയപ്പം അവരോട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ അവരിഞ്ഞ് പോരുന്നു. അതേസമയം അവർക്ക് എന്തെങ്കിലും പിടിപാടുള്ളവരായിരുന്നെങ്കിൽ നീയൊക്കെ ഇന്ന് അകത്തിരുന്നേനെ. കാരണം നിൻ്റെയൊക്കെ അഹങ്കാരം അത്രയ്ക്കുണ്ട്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. രേണുസുധിയുടെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാം. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുധി ഒരു ദിവസം ജോലിക്ക് പോയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ ഒക്കൂ. അതുകൊണ്ട് അവർ ഈ കേസുമായിട്ടൊന്നും പോവാത്തതായിരിക്കും വൃത്തി. കാരണം അവരൊരു ദിവസം ഷൂട്ടിന് ചെന്നില്ലെങ്കിൽ അന്നത്തെ വേതനം അവർക്ക് കിട്ടത്തില്ല. പക്ഷേ ഇവന്മാർ ഓരോ ദിവസം സ്റ്റേഷനിൽ കയറുമ്പോഴും അവന്മാർക്ക് അത് ഓരോ പുതിയ കണ്ടന്റാണ്.
അവന്മാർ ആ കണ്ടന്റുകളിൽ കൂടി കാശുണ്ടാക്കി ജീവിച്ചുകൊണ്ടേയിരിക്കും. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം മറുനാടൻ ഷാജൻ. അയാളും ഇതേപോലെ വലിയ വലിയ സഹാക്കന്മാരെ വെച്ചും നമ്മുടെ ഊത്ത് കോൺഗ്രസുകളെയും വെച്ചും അവരെ ഇവരെ ഊത്തന്മാരെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അയാളോട് ചെല്ലുമ്പോൾ പോലീസുകാർ പറയുന്നില്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഇയാൾ വീട്ടിൽ പോയി ഇരുന്നോളാൻ. അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ നിൽക്കുന്ന വേഷത്തിൽ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത് എന്താ? അന്നേരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോകുന്നു? അതെല്ലാം പോട്ടെ, നമ്മുടെ പൃഥ്വിരാജ് ഇപ്പോൾ ഒരു പുതിയ സിനിമ ഉണ്ടായിക്കൊണ്ട് വന്നായിരുന്നല്ലോ, സിനിമ. എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ആ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി? അന്ന് വ്രണപ്പെട്ടായിരുന്നല്ലോ കുറെ ആൾക്കാർക്ക് ഏതാണ്ടൊക്കെ അങ്ങ് കാണിച്ചു പോയെന്നും പറഞ്ഞിട്ട്. അന്ന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടായിരുന്നു? ഇപ്പൊ പിന്നെ രേണുസുതി അല്ലെ പറഞ്ഞ കണക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതായപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടെ അതങ്ങ് പോയി. അതുകൊണ്ട് രേണുവിനെ ആർക്ക് വേണേലും എന്തും പറയാം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. സംഗതി വേറൊന്നുമല്ല, ഈ രേണുവിനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏകദേശം സുതി മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞു, 1-2 വർഷമൊക്കെ ആവുന്നു. അപ്പൊ കൃത്യമായ വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ വർഷമൊക്കെ എന്തായാലും നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. കാരണം ഈ രേണുവിനെ വെച്ച് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട്. അപ്പൊ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ രേണുവിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോട്ട് അങ്ങോട്ട് വെക്കണം. മാല ഇടണ്ട, അല്ലാതെ തന്നെ ഡെയിലി എഴുന്നേറ്റ് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. രേണു അമ്മേ, രേണു ദൈവമേ, ഇന്നത്തേക്കുള്ള കണ്ടന്റിനുള്ള വക എന്തെങ്കിലും ഞങ്ങളുടെ കണ്ണി കാണിച്ചു തരണമേ. ഞങ്ങൾ നാളെ ആ കണ്ടന്റിൽ പിടിച്ചങ്ങനെ കയറി ഞങ്ങളുടെ കുടുംബം അല്ലലും ബുദ്ധിമുട്ടും പട്ടിണിയും ഇല്ലാതെ മുമ്പോട്ട് പൊക്കോട്ടെ. അതുകൊണ്ട് രേണു ദൈവമേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് ഡെയിലി പ്രാർത്ഥിച്ചു കേട്ടോ. കാരണം ഇന്ന് നിന്റെയൊക്കെ കുടുംബം കഴിയുന്നത് ആ പാവപ്പെട്ട സ്ത്രീ ഉള്ളത് കൊണ്ടാണ്. അവരെ തെറി വിളിച്ചും ആക്ഷേപം പറഞ്ഞും അവരെക്കുറിച്ച് കുറേ വേണ്ടാത്ത വാർത്തകൾ ചെയ്തും അവരെക്കുറിച്ച് കണ്ടന്റുകൾ ഇല്ലാത്ത കണ്ടന്റുകൾ ആരെയെങ്കിലും ഒക്കെ വെച്ച് ഉണ്ടാക്കിയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ പൂജാമുറിയിൽ ഇരിക്കുന്ന ദൈവത്തെ എടുത്തൊക്കെ അങ്ങ് കള, എവിടെയെങ്കിലും ആറ്റിക്കൊണ്ടേന്ന് ഒഴുക്ക്. എന്നിട്ട് നമ്മുടെ രേണുവിൻ്റെ നല്ല 2-3 ഫോട്ടോയും 2-3 എന്തോ പറയേണ്ടത് എൻ്റെ ആ പ്രജീഷിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഡെയിലി ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. ഇനിയും തുടർന്നും നിങ്ങൾക്ക് ജീവിക്കാനുള്ള കണ്ടന്റും വകകളും ഒക്കെ രേണു തരുന്നതായിരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ മാറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ 2 പൂജയൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഒരുപക്ഷെ ക്ഷിപ്രപ്രസാദിയായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രസാദിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കി തന്നാൽ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ രേണുവിൻ്റെ പുറകെ തന്നെ നടന്നങ്ങ് ജീവിച്ചോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കണ്ടുകൊണ്ടിരിക്കുമല്ലയോ. എനിക്ക് എന്തായാലും രേണുവിനെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന കാശ് വേണ്ട. പക്ഷേ നിങ്ങളെ ഒന്നും എനിക്ക് അനുകൂലിക്കാനും നിങ്ങളുടെയൊന്നും വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവുക. പക്ഷേ എപ്പോഴെങ്കിലും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്ത് മണ്ണ് വീഴും. അപ്പം പിന്നെ കരയേണ്ടി വരരുത്. കാരണം നിയമം ഈ കേരളത്തിൽ മാത്രമല്ല, ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു നിയമമുണ്ട്. അതിനൊരു പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പം പലരും രേണുസുതിയുടെ കാര്യത്തിൽ ആ പരിമിതികളൊക്കെ അങ്ങ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ രേണു പരാതി കൊടുത്ത ഒരു സ്റ്റേഷനിൽ ഒതുങ്ങുന്നതല്ല നിയമം എന്ന് നമ്മുടെ യൂട്യൂബർമാർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. അതിക്ക് മേളിലോട്ട് കോടതിയിലോട്ടൊക്കെ രേണുസുതി പോയാൽ അണ്ണന്മാരൊക്കെ കയറി ഇറങ്ങി ഇടേണ്ടി വരും. പണ്ട് നമ്മുടെ മഞ്ജു പത്രോസിനെ ഒരു കമന്റ് ഇട്ടായിരുന്നു. അയാൾ ഇപ്പോഴും കയറി ഇറങ്ങി ഊപ്പാട് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊന്നും മറന്നു പോകാതിരിക്കുക. നമ്മുടെ അഖിൽ മാരാർക്കൊക്കെ പറ്റിയതുപോലുള്ള ആമ്പലുകൾ പറ്റാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. കാരണം നിങ്ങളെയും കൊണ്ടാണ് നിങ്ങളുടെയും കുടുംബം കഴിയുന്നത്, രേണുവിനെയും കൊണ്ടാണ് രേണുവിൻ്റെയും കുടുംബം കഴിയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കുടുംബം നന്നായിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.